നമുക്കിന്ന് അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പം നല്ല ക്ലീൻ ചെയ്തിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇതിലേക്ക് വേണ്ട മസാല എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് എരിവിന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, കല്ലുപ്പ്, പിന്നെ നമ്മുടെ കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മസാല നല്ല തരുന്നതിന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ചിക്കനിലൊന്ന് പറ്റിക്കിടക്കാം. നന്നായിട്ടൊന്ന് ഇനി മിക്സാക്കാം കേട്ടോ. നല്ല ഉപ്പും മുളകൊക്കെ നന്നായിട്ടുണ്ട്, പച്ചമുളകിൻ്റെ എരിവ്, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. ഇനി നമുക്ക് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് പ്രോസസ്സിങ് തുടങ്ങാം കേട്ടോ. എത്ര നേരം ഇരിക്കണം അത്രയും നല്ലതാണ്, നന്നായി പിടിക്കും ചിക്കനിലൊക്കെ. കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ എന്തായാലും കുഴപ്പമില്ല. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ഇടാം, ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണേ, ഒന്ന് വറുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളൊരു സൈഡിലേക്ക് അത് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്മിൽ വെച്ചിട്ട് വേണം. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ആ ചിക്കൻ മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവോളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നമ്മുടെ കല്ലുപ്പും കറിവേപ്പിലൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് ഇതുപോലെ വഴന്ന് വരണം. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക, നന്നായി ഒന്ന് മിക്സാക്കുക. പിന്നെ സിമ്മിൽ മൂടി വെച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സെറ്റാവുക, അതായത് നന്നായി യോജിക്കുന്ന ഈ ചിക്കനും ഈ മസാലയൊക്കെ, അതായത് മസാല എന്ന് പറഞ്ഞാൽ സവോളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതല്ല കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക, മൂടി വയ്ക്കുക, സിമ്മിൽ വയ്ക്കുക. ഇതാണ് വേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചമുളക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അധികം ഗരം മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതെ, ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് കൈ ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുക, കൈ ആദ്യം ചിക്കനിൽ മസാല തിരുമ്പേൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല അടിപൊളി ഫ്രൈ ആണ്.